എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കില്ലെന്നാണ്. അല്ല, കേൾക്കുകയില്ലായിരുന്നു എന്നല്ല, കേൾക്കില്ല. എന്തെങ്കിലും അകൃത്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരില്ല. ഇത് കേൾക്കുമ്പോൾ, ഇത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും നമുക്കൊരു സങ്കടകരമായ ഒരവസ്ഥയാണ്. പക്ഷെ നമ്മളിത് ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെങ്കിൽ നമ്മുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം, നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ. അകൃത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അകൃത്യത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വാക്യമാണ് കൃത്യം. കൃത്യത്തിന്റെ വിപരീതമാണ് അകൃത്യം. കൃത്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നല്ല പ്രവൃത്തിയുണ്ട്, മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. ഇവിടെ നല്ല പ്രവൃത്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മോശം പ്രവൃത്തികളെ കുറിച്ചാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ മോശപ്പെട്ട പ്രവൃത്തി കരുതിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ല. ഇത് ബൈബിൾ ഉടനീളം പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. പലരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിൽ മറുപടി തരുന്നതും പലരുടെയും പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുക്കാതിരിക്കുന്നതും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വ്യത്യാസം വന്നിരിക്കുന്നത് അതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിന്റെ ഏതോ കോണിൽ എന്തോ ചില അകൃത്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ വരുന്നത്. അകൃത്യത്തിന് പല അർത്ഥങ്ങളുണ്ട്. മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ദുഷ്ടത. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യരെ നശിപ്പിക്കുവാൻ തീരുമാനമെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ്. മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചു. മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട്, മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവത്തിന് അനുതപിക്കേണ്ടി വന്നു. എന്ത് ദുഃഖകരമായൊരു വസ്തുതയാണ് നമ്മൾ ഓർക്കണം. നമ്മൾ സഭാപ്രസംഗി പഠിക്കുമ്പോൾ മനുഷ്യനെ കർത്താവ് നിഷ്കളങ്കനായിട്ടാണ് സൃഷ്ടിച്ചത്. അവനോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ആദാമിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാണ് സകല മനുഷ്യരും എന്നുള്ള തെളിവ് ഞാൻ പറയാം. നമ്മുടെ വീടുകളിൽ ജനിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിച്ചോ, അവർ നിഷ്കളങ്കരല്ലേ, നിർമ്മലരല്ലേ, എല്ലാമാണ്. പക്ഷേ അവർക്കുണ്ട് പിണക്കം. അവര് മുഖം വീർപ്പിച്ചിരിക്കും, അവര് ദേഷ്യപ്പെടും. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ദേഷ്യപ്പെടുമ്പോൾ മുഖം മാറി ഇങ്ങനെ നിൽക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയട്ടെ, അവര് നിഷ്കളങ്കരല്ലേ? ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ നീ ഇങ്ങനെ പിണങ്ങി ഈ വൈരാഗ്യം? കൊച്ചു കുഞ്ഞുങ്ങള് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു? കാരണം ആദാമിന്റെ രക്തമാണ് ആ കുഞ്ഞിലുള്ളത്. ആ രക്തത്തിന്റെ ഗുണം കാണിച്ച് പറ്റൂ. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം ഇതാണെങ്കിൽ വലിയ ആൾക്കാരുടെ കാര്യം ഒന്ന് ഓർത്തെ. ഈ പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചില അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു.
അവര് പലരും വിശ്വാസികളാണ്. പക്ഷേ അസൂയയും പിണക്കവും വൈരാഗ്യവും എല്ലാം നിറഞ്ഞിരിക്കുന്ന മനുഷ്യര്, എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയുമാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരിക്കുന്നുവെങ്കിൽ, ദുഷ്ടത കരുതിയിരിക്കുന്നുവെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കില്ല, മറുപടി തരില്ല എന്ന് ഉറപ്പിച്ച് ദൈവം പറയാണ്. അപ്പൊ അകൃത്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദുഷ്ടത എന്നൊരർത്ഥമുണ്ട്, പാപം, സിൻ, പാപം എന്നൊരർത്ഥമുണ്ട്. ഇമ്മോറാലിറ്റി എന്ന് പറഞ്ഞാൽ അധാർമികത. ഇന്ന് അധാർമികത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ധാർമ്മികത ഒക്കെ പോയി, അധാർമികതയാണ്. എവിടെ നോക്കിയാലും ധർമ്മത്തിനൊരു സ്ഥാനവുമില്ല, സത്യത്തിനൊരു സ്ഥാനവുമില്ല. അധാർമികതയ്ക്കാണ് ഇന്ന് ആളുകൾ. നമ്മുടെ ഹൃദയത്തിൽ അധാർമികതകൾ ഒന്നും ഉണ്ടാകരുത്. ക്രൈം, ഈ പാപത്തിന് നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു വാക്കാണ് കുറ്റകൃത്യം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയും നമ്മുടെ പത്രമാധ്യമങ്ങളും TV മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചോ, ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറ്റകൃത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടൊന്നും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പ്രതികരിക്കണമെന്നൊക്കെ തോന്നും. ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ചിലരൊക്കെ വണ്ടി ഓടിക്കലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കണമെന്ന് തോന്നും. ചോദിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവന് ആ വണ്ടിയിലിരിക്കുന്ന ഇരുമ്പൊടി എടുത്ത് നടു റോട്ടിൽ വെച്ച് നമ്മളെ തല്ലിക്കൊല്ലും. വല്ല ആവശ്യമുണ്ടോ? മിണ്ടാതെ സ്തോത്രം പറഞ്ഞ് അങ്ങ് പോയാ മതി. നമ്മൾ കണ്ടല്ലേ പറവൂര് ഒരു കുടുംബത്തിൽ, തൊട്ട അയൽവക്കത്തുള്ള കുടുംബം, ആ ദുഷ്ടനായ ആ വ്യക്തി, ഈ കുടുംബം നന്നായി ജീവിക്കുന്നത് അവന് ഇഷ്ടമല്ല, വീട്ടുകാരവന് പിന്തുണയാണ്. അവൻ ആ ബൈക്കിന്റെ ആ ബാർ എടുത്തുകൊണ്ട് വന്ന് 4 പേരെയല്ലേ തല്ലിക്കൊന്നു കളഞ്ഞത്. ഇപ്പൊ അവൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അകത്ത് കിടപ്പുണ്ട്, അവന് സുഖം. ആ പാവം വീട്ടുകാർക്ക് എല്ലാം പോയി. പ്രിയപ്പെട്ടവർ, നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ അയൽവക്കക്കാരോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും പരിചയമില്ലാത്തവരാണെങ്കിലും നമുക്ക് ചില നേരത്ത് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം, ഒരു സത്യമോ നീതിയോ നമ്മൾ പറഞ്ഞു, അത് സൗമ്യതയോടെ പറയുക. അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ നിൽക്കരുത്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം. അല്ല, നമ്മൾ വാദിക്കാനും പറയാനും തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എപ്പം ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന കത്തി എടുത്തിട്ട് ഒരൊറ്റ കുത്തുകുത്തും. ആർക്ക് പോയി? നമുക്ക് പോയി. ചിലപ്പോൾ പോലീസ് വന്ന് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി പോകും. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവന് ജാമ്യം കിട്ടും, അവൻ വിലസി അടക്കും. നമ്മുടെ ജീവൻ പോയി, നമ്മുടെ കുടുംബത്തിന് പോയി. വളരെ നമ്മൾ ജാഗ്രതയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുറ്റകൃത്യം പെരുകിക്കൊണ്ടിരിക്കുന്നു, മര്യാദകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിനൊന്നും, സത്യത്തിനൊന്നും ഒരു സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ കർത്താവിന് ഒരിക്കൽ പോലും ഇഷ്ടം തോന്നാത്ത എന്തെങ്കിലും ഒരു അകൃത്യം, എന്തെങ്കിലും ഒരു ദുഷ്ടത, എന്തെങ്കിലും ഒരു പാപം, എന്തെങ്കിലും ഒരു അധാർമികത, എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൻ്റെ ഒരു വാസന നമ്മൾ കരുതുന്നുവെങ്കിൽ, അങ്ങനെ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ. കരുതുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ചിലപ്പോൾ ലോണൊക്കെ എടുത്തായിരിക്കും നമ്മൾ വീടുകൾ, സ്ഥലവും വീടൊക്കെ വാങ്ങിച്ച് അത് പണിത് കഷ്ടപ്പെടുക. അത് ആർക്കു വേണ്ടിയാ?
നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അല്ല അന്യർക്ക് നമ്മൾ കൊടുക്കോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചിലത് കരുതി വെച്ച് നമ്മൾ പോവുകയാണ്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അകൃത്യമോ ദുഷ്ടതയോ പാപമോ ഇരുട്ടോ അധാർമികതയോ കുറ്റകൃത്യം ചെയ്യാനുള്ള വാസനയോ പ്രവണതയോ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ കരുതി വെക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന വീടിന്റെ ഉള്ളിൽ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാപിക്കണം. ആ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിച്ചിട്ട് ദൈവ സന്നിധാനത്തിൽ വന്നിട്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് കഴിയണം.